ഹായ് ഫ്രണ്ട്സ്, ന്യൂട്രീംസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്മസ് വിഭവമായ നമ്മുടെ സ്പെഷ്യൽ അപ്പവും ഇറച്ചിയുമാണ്. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ചിക്കൻ കറി ഞാൻ എപ്പോഴും കാണിക്കാറുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പത്തിനായി 2 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ വെള്ളത്തിലിട്ടിരിക്കുന്നത്. അപ്പത്തിന് അരയ്ക്കാനായി ഞാൻ നല്ലൊരു ഇളവൻ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ളവും നമുക്കിപ്പോൾ പൊട്ടിച്ചെടുക്കാവുന്നതാണ്. തേങ്ങയുടെ വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർക്കുന്നു. ഇതൊന്ന് കലക്കി വെക്കാം. പച്ചരി ഊറ്റി വെച്ചതാണിത്. ഇത് തേങ്ങ അരമുറി തിരുമ്മിയെടുത്തതാണ്. അതിൻ്റെ കൂടെ 2-3 കഷ്ണം ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവയാണ്. ജീരകം വേണമെങ്കിൽ അതും ചേർക്കാം. തേങ്ങ സെപ്പറേറ്റ് ചെയ്യാൻ ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കുകയാണ്. കുറേയൊക്കെ കഴിഞ്ഞു പോയതുകൊണ്ടാണ് ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. രണ്ടായിട്ട് അരച്ചെടുക്കുന്നെങ്കിലും വെള്ളയപ്പത്തിനായതുകൊണ്ട് ഒരുപാട് അങ്ങ് തേങ്ങ അരയണമെന്നില്ല. ഈ രീതിയിലൊന്ന് അരച്ച് കിട്ടിയാൽ മതി. അവതരച്ചതും തേങ്ങയും അതിലേക്ക് ഇടുകയാണ്. നമുക്കടുത്തത് അരി അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് ചോറും നമ്മൾ തയ്യാറാക്കി വെച്ച ഈസ്റ്റും വെള്ളവും എല്ലാം അതിൻ്റെ ഒപ്പം ചേർത്ത് അരയ്ക്കാവുന്നതാണ്. നമ്മുടെ അരച്ച മാവ് കറക്റ്റായിട്ടുണ്ട്. അതും തേങ്ങയും ഒക്കെ ഒന്നിച്ച് റെഡിയാക്കി വെക്കാം. മാവ് ഒന്നിച്ചാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡിയായി കഴിഞ്ഞു. നല്ലതുപോലെ മാവ് കുതിർന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിടാം. അതുപോലെ നമ്മുടെ അപ്പത്തിനേക്കുള്ള ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ ചൂടോടെ ചുട്ടെടുത്ത അപ്പവും ചിക്കൻ സ്റ്റൂവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.